രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഒരു യുവ നടി കുറച്ച് ആരോപണങ്ങളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ യുവ നടിക്കുള്ള ഒരു കിടിലൻ മറുപടി ഒരു സഹോദരൻ കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. അപ്പൊ കൽബോണിച്ചളെ നമ്മുടെ നടി നടി അത് മാപ്രകള് പറയുന്ന നടി, ഞാൻ പറയുന്ന നടി നാടക നടി നമ്മുടെ റിജി ചെറിയ ഒരു ഇന്റർവ്യൂവിന് കൊടുത്തൊരു മെസ്സേജാണ് സംഭവം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ, അമ്മാതിരി പുളിച്ചോണ്ടാണ് ഈ നാടകം നടിച്ചേച്ചി ഇത്രയും നാടകങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടന്ന് കളിച്ചത്. എന്തായാലും ചേച്ചിയുടെ രണ്ടു വാക്കുകളുണ്ട്, അച്ഛൻ കേട്ടിട്ട് എന്നിട്ട് നമുക്ക് ഞാൻ എക്സ്പോസ് ചെയ്യും എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ കണ്ടതിന്റെ അപ്പുറം എക്സ്പോസ്ഡ് ആവാൻ പോകുന്നു. അതിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. കാരണം അന്നേ തന്നെ എന്റെ മനസ്സിൽ കയറി കൂടിയ ഒരാള് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഹീസ് എ ഹീറോ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊന്നും ചിലർക്ക് ഇങ്ങനെ രസം. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ അങ്ങനെ കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ട്, വരാറുണ്ട്. അപ്പോ എനിക്ക് ആ ഒരു ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇഷ്ടം. പിന്നെ ഹീസ് എ ജെന്റിൽമാൻ. എനിക്ക് അറിയില്ല, ആ ചെറിയ പ്രായത്തിൽ പോലും ഐ ഫീൽ സംതിങ് കണക്റ്റഡ് വിത്ത്. എനിക്ക് എന്തോ ഒരു മുൻപരിചയം ഉള്ളതുപോലെ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് അന്നത്തെ ആ ചിരി ഓർത്തിരിക്കുന്നുണ്ട്. അപ്പം ചേച്ചി എന്താണ് ഈ നാടകമൊക്കെ കടന്ന് കളിച്ചത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും. അതായത് ചേച്ചിക്ക് കിട്ടാത്ത മുന്തിരികൾ പലർക്കും കിട്ടിയപ്പോ ചേച്ചിക്ക് വല്ലാണ്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പൊ ആ സഖി അങ്ങോട്ട് നിർത്താൻ വേണ്ടിയാണ് ഇവരെ എല്ലാം ഒന്നടക്കം ഇങ്ങനെ കുലുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ കുലുക്കി ഇടുന്നത്. അപ്പൊ ചേച്ചിയുടെ പ്ലാൻ അത് തന്നെയാണ്. എനിക്ക് കിട്ടാത്ത മുതൽ നിങ്ങൾ ആരും അനുഭവിക്കുകയും ചെയ്യരുത്, ഇനി ഒരു സ്ത്രീകളൊട്ട് അനുഭവിക്കുകയും ചെയ്യരുത്. അതിനുള്ള സർവ്വ നാടക നടിയാണ് ഈ ചേച്ചി. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട്. എന്നാൽ ഇപ്പോഴും ഉണ്ട് രാഹുൽ മാങ്കൂട്ടം, നീ ഒന്ന് ഉറക്കെ കരഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ചേച്ചി ആ ഒരു ജെന്റിൽമാനെ മനസ്സിൽ വെച്ചോണ്ടിരിപ്പുണ്ട്. എന്താ പറയുന്നത്, ഒന്ന് ഉറക്കെ കരയുന്നോ? അല്ലടേ രാഹുൽ മാട്ടോ, ഇത് എന്തുവടെ നിനക്ക് ഇത്ര ആരാധകര്? ഒന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് പോയിക്കോ, ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്കൂടെ? ഞങ്ങളുടെ ആ പാതയൊന്ന് പിന്തുടരാനായിരുന്നു. അതറിയാൻ വയ്യാഞ്ഞിട്ട്. ഇതേപോലുള്ള ഒരു നടി ലോകത്തെങ്ങും കിട്ടത്തില്ല. നിന്നെ ആ നടി പോലും നെഞ്ചിക്കൊണ്ട് നടക്കുക. ഹീറോ